This news is sponsored by ആതുര സേവന രംഗത്തെ ലോകോത്തര ബ്രാൻഡായ ആസ്റ്റർ ഗ്രൂപ്പിന്റെ ആസ്റ്റർ ലാബ്സ് ഇനി മുതൽ മാളയിലും. എല്ലാവർക്കും നമസ്കാരം. ലൈംലൈറ്റ് കുറച്ച് സത്യങ്ങൾ എന്ന് വിളിച്ചു പറയാൻ പോവുകയാണ്. മാള ഹോളി ഗ്രേസിൽ നടന്ന ആ ഒരു സംഘർഷത്തെ തുടർന്ന് ഒരുപാട് വിഷയങ്ങളാണ് മാളയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അത് മെയിനായിട്ട് വിഷയം വന്നേക്കുന്നത് നമ്മുടെ മാള മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദിൻ്റെ ആംബുലൻസുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. കാരണം അവിടെ സംഘർഷമുണ്ടാക്കിയ പ്രതികളെ ആംബുലൻസിൽ രക്ഷപ്പെടുത്തി എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ വിശദമായ തെളിവുകൾ ഇപ്പോൾ ലൈംലൈറ്റിന് കിട്ടിയിട്ടുണ്ട്. അത് ലൈംലൈറ്റ് ഇപ്പോൾ പുറത്തുവിടുകയാണ്, എല്ലാവരും കാണുക. മാള ഹോളി ഗ്രേസുമായി ബന്ധപ്പെട്ട് മാളയിൽ ഇപ്പോൾ പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മാള മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദിന്റെ ആംബുലൻസിന്റെ ഒരു വിഷയം. ഗുണ്ടകൾ എന്ന് പറയപ്പെടുന്ന അവരെ കൊണ്ടുപോയത്, അക്രമികൾ എന്ന് പറയപ്പെടുന്നവരെ കൊണ്ടുപോയത് നമ്മുടെ മാള മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദിന്റെ ആംബുലൻസിൽ ആണെന്ന് പറഞ്ഞാൽ അതിൽ യാതൊരുവിധ തെറ്റുമില്ല. കാരണം പ്രധാന പ്രതിയെ കൊണ്ടുപോയിരിക്കുന്നത് മാള ജുമാ മസ്ജിദിന്റെ ആംബുലൻസിൽ തന്നെയാണ്. അതിനുള്ള തെളിവാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. ആ സെൽഫിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ആ സെൽഫിയിൽ കാണുന്ന ആംബുലൻസ് അല്ല എന്ന് തന്നെ ഞങ്ങൾ ഇപ്പോഴും പറയുന്നു. ആംബുലൻസ് അല്ല ഈ പറയുന്ന കഥയിലുള്ള ആംബുലൻസ്. അതായത് മാള ജുമാ മസ്ജിദിന്റെ ആംബുലൻസിൽ തന്നെയാണ് ഈ പറയുന്ന ഗോകുലിനെ ഇവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോയത്. ആര്? പോലീസ് ഒത്താശ ചെയ്ത്, അതുപോലെ തന്നെ പാർട്ടിക്കാർ, അവൻ ഏത് പാർട്ടിയിൽ ബന്ധപ്പെട്ടതാണോ ആ പാർട്ടിക്കാർ ഒത്താശ ചെയ്ത് തന്നെ കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന ഒരു സംഭവം. കാരണം അതിന്റെ ദൃശ്യങ്ങളാണത്. കാരണം നമുക്ക് ഒരിക്കലും നുണ പറയേണ്ട കാര്യമില്ല, ആർക്കും സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ട കാര്യങ്ങളില്ല. കാരണം പോലീസ് അവിടെ നിന്ന്, അതായത് ഈ വിഷയം നടക്കുന്ന ഹോളി ഗ്രേസിൽ നിന്നിട്ട് ഈ പറയുന്ന ഗോകുലിനെയും ടീമിനെയും മാളയിൽ എവിടെയോ കൊണ്ടുവന്നിട്ട് ആംബുലൻസിൽ കയറ്റി അടക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ശേഷം ഗോകുല് പോകുന്ന വഴി കൊരട്ടി സ്റ്റേഷൻ പരിധിയിൽ വെച്ചിട്ട് ആംബുലൻസ് ആക്രമിക്കുകയുണ്ടായിരുന്നു. അത് ഇവിടെ നിന്ന് ആരോ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്, ഗോകുല് വരുന്ന വണ്ടി ഇതാണെന്നുള്ള രീതിയിൽ. അത് മെസ്സേജ് കൊടുത്ത് ആക്രമിക്കപ്പെട്ടതാണ്. ശേഷം സ്റ്റേഷനിൽ നിന്നിട്ട് ഗോകുല് തന്നെ പറയുന്നുണ്ട്, എന്നാ മാള പോലീസുകാരാണ് സംരക്ഷിച്ച് കൊണ്ടുവന്ന് ആംബുലൻസിൽ കയറ്റി വിട്ടിയെന്ന്. ഞാൻ KSU ജില്ലാ പ്രസിഡന്റാണ്, പേര് ഗോകുൽ എന്നാണ്. അപ്പോൾ ഞങ്ങൾ KSU പ്രവർത്തകർ ഒരു 10 വരുന്ന പ്രവർത്തകരെ മാള സ്റ്റേഷന്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരും. അവിടുന്ന് ഈ ആംബുലൻസിൽ കയറ്റി ഞങ്ങളോട് പൊക്കോളാനാണ് പറഞ്ഞത്. ചാലക്കുടി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പൊക്കോളാനാണ് പറഞ്ഞത്. ഞങ്ങൾക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ആക്സിഡന്റ് പറ്റി കിടക്കുന്ന അല്ലെങ്കിൽ മരിക്കാൻ പോകുന്ന ഒരു വ്യക്തിയെ മാത്രമാണ് അത്രയും സൈറനിട്ട് പോകേണ്ട കാര്യമുള്ളൂ. ഈ ഗോകുലിന് എന്താ അസുഖം ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഗോകുലിന്റെ കാലൊടിഞ്ഞ, കൈയൊടിഞ്ഞ, അത് നിങ്ങളോട് വ്യക്തമാക്കണം പോലീസുകാർ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയക്കാർ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർ. ഗോകുലിന് പറ്റിയ പരിക്ക്, ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകാൻ തക്ക രീതിയിലുള്ള എന്ത് പരിക്കാണ് ഈ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവർക്ക് പറ്റിയിട്ടുള്ളതെന്ന് വ്യക്തമാക്കണം. രണ്ടാമത്തെ കാര്യം, അതായത് പോലീസുകാർ ഇവിടെ അടി നടക്കുമ്പോൾ ഈ ഗോകുല് പച്ചക്ക് പിള്ളേരിട്ട് അടിക്കണതും, അതുപോലെ തന്നെ നിങ്ങളുടെ ലാത്തി വാങ്ങി അടിക്കണതും നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇരുത്താതെ എന്ത് കാര്യത്തിന് ഈ പറയുന്ന പ്രതിയെ നിങ്ങൾ ആംബുലൻസിൽ കയറ്റി അടച്ചു? ഇതിനൊക്കെ മറുപടി ആര് പറയണം? നിങ്ങൾ തന്നെ പറയണം. ജനങ്ങൾ പൊട്ടന്മാരല്ല, കാണുന്ന ജനങ്ങളാരും തന്നെ. ഇതെല്ലാം തന്നെ തെളിവുകളാണ് നിങ്ങൾക്കുള്ളത്. കാരണം മാളയിൽ എവിടെയോ കൊണ്ടുവന്നിട്ട്, മാള സെന്ററിലാണോ അവിടെ എവിടെ റോഡ് മാത്രം കാണിക്കുന്നുള്ളൂ. ഇത് നിങ്ങളാണ് കൊണ്ടുപോയി വിടുന്നത്. വീഡിയോ അടക്കം ഇതിന്റെ തെളിവുകളുള്ളതാണ്. പോലീസുകാർ ഈ പറയുന്ന ഗോകുലിനെ കൊണ്ടുവന്ന് ഇറക്കി ആംബുലൻസിൽ കയറ്റി അടക്കുന്ന വീഡിയോ, അതിന്റെ ഒരു പിക്കാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ മാള ഹോളി ഗ്രേസിൽ നിന്ന് 2 ആംബുലൻസുകളിലായിട്ട് ഈ പ്രതികളെ കയറ്റി അടക്കുന്ന, അതും പോലീസുകാർ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. അതായത് വിഷയമുണ്ടാക്കിയ അല്ലെങ്കിൽ പ്രശ്നങ്ങളുള്ള, അതിപ്പോ DYFI ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, അല്ലെങ്കിൽ KSU ആയിക്കോട്ടെ, SFI ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ഏത് പാർട്ടി ആയാലും ഏത് ആളായാലും ഈ വിഷയം നടക്കുന്ന സ്ഥലത്ത് നിന്നിട്ട് പോലീസുകാർ ചെയ്യേണ്ട കാര്യം അവരെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലാണ് എത്തിക്കേണ്ടത്. അല്ലാതെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, റോട്ടില് പകുതി വെച്ചിട്ട് ആംബുലൻസിൽ കയറ്റി എങ്ങോട്ടോ വഴി വിട്ടേക്കണം, ചാലക്കുടിക്ക് എവിടെയാണെന്ന് അറിയില്ലേ. അതൊരു പരിക്കില്ലാത്തവരെ പച്ചക്ക് നിന്ന് സംസാരിക്കുന്ന ഗോകുലിനാണ് ഈ കാണുന്നത്. അവന് എന്ത് പരിക്കാണ് ഉണ്ടായിരുന്നത്? അപ്പൊ ഇതിലൊക്കെ കണ്ടും കേട്ടും നിൽക്കുന്നത് നാട്ടുകാര്, ജനങ്ങളൊക്കെ പൊട്ടന്മാര്, നിങ്ങളൊക്കെ ബുദ്ധിമാന്മാരും. ഇതിനൊക്കെ തെളിവുകളല്ലേ ഈ കാണുന്നത്. പോലീസുകാരില്ല എന്ന് പറഞ്ഞാലും നിങ്ങൾ സംരക്ഷിച്ച് ആംബുലൻസിൽ കയറ്റി വിട്ട ഗോകുൽ തന്നെയാണ് പറയുന്നത്, മാളയിലെ പോലീസുകാരാണ് ആക്രമിക്കാൻ വന്ന, അതായത് ഞങ്ങളെ ആക്രമിക്കാൻ വന്നപ്പോ മാള പോലീസുകാരെ ആംബുലൻസിൽ കയറ്റി വിട്ടു എന്ന് പറയപ്പെടുന്നു. ഞാൻ KSU ജില്ലാ പ്രസിഡന്റാണ്, പേര് ഗോകുൽ എന്നാണ്. അപ്പോൾ ഞങ്ങൾ KSU പ്രവർത്തകർ ഒരു 10 വരുന്ന പ്രവർത്തകരെ മാള സ്റ്റേഷന്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരും. അവിടുന്ന് ഈ ആംബുലൻസിൽ കയറ്റി ഞങ്ങളോട് പൊക്കോളാനാണ് പറഞ്ഞത്. ചാലക്കുടി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പൊക്കോളാനാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഗോകുല് ഒരു ചെറുപ്പക്കാരനായിട്ട്, അല്ലെങ്കിൽ ഗോകുലിന്റെ കൂടെ ഉണ്ടായവരും ഗോകുലും അവിടെ നടത്തിയ അക്രമത്തിന് ആര് സമാധാനം പറയും? ഗോകുൽ ഇപ്പോൾ ഓൾറെഡി പിടിയിലായി. പക്ഷെ
ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് പോലീസുകാരായിരുന്നു. പിറ്റേ ദിവസത്തേക്ക് എന്തിനാ നിങ്ങൾ മാറ്റിവെച്ചേ? അത് ജനങ്ങളെ പറ്റിക്കാനായിട്ടാ, അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള പത്രക്കാരെ പറ്റിക്കാനായിട്ട്. അത് പോലീസുകാർ ചെയ്യേണ്ട കാര്യം കറക്റ്റായിട്ട് ചെയ്തില്ലേ? അവര് രാത്രിയുടെ മറവിൽ ആംബുലൻസ് കൊണ്ടുവന്നിട്ട്, യഥാർത്ഥത്തിൽ ആംബുലൻസിന്റെ ഡ്രൈവർമാരല്ല ആ വണ്ടി ഓടിച്ചിരുന്നത്. എന്നിട്ട് പോലും ആംബുലൻസ് ഓടിക്കാൻ അറിയാത്തവരെ കൊണ്ടാട്ടിയാണ് ആ വണ്ടി ഓടിപ്പിച്ച് പോലീസുകാർ വിട്ടെന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഇത് പുറത്ത് വിടാണ്ടിരിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും കണ്ട് കണ്ണടച്ചിരിക്കാനായിട്ട് ഞങ്ങളെ പോലുള്ള ഒരു മാധ്യമ പ്രവർത്തകർക്ക് പറ്റില്ല. അപ്പൊ ആയതുകൊണ്ട് ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ ജനങ്ങൾക്ക് മുമ്പിൽ സബ്മിറ്റ് ചെയ്യണം. താങ്ക് യു. ആതുര സേവന രംഗത്തെ ലോകോത്തര ബ്രാൻഡായ ആസ്റ്റർ ഗ്രൂപ്പിന്റെ ആസ്റ്റർ ലാബ്സ് ഇനി മുതൽ മാളയിലും. പരിശോധനകളിലെ കൃത്യത ആരോഗ്യ സംരക്ഷണത്തിന് മുതൽക്കൂട്ടാകും. ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ആതുര സേവന ശൃംഖലകളിലൊന്നായ ആസ്റ്റർ DM ഹെൽത്ത് കെയറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ലബോറട്ടറി നെറ്റ്വർക്കാണ് ആസ്റ്റർ ലാബ്സ്. സർ, വെറും 599 രൂപയ്ക്ക് നമുക്ക് 71 ടെസ്റ്റുകളുടെ ഒരു പാക്കേജ് വരുന്നുണ്ടല്ലോ. അതിൽ ഏതൊക്കെ ടെസ്റ്റുകളാണ് വരുന്നത്? അതിനകത്ത് വരുന്ന ഗ്ലൂക്കോസ് ഫാസ്റ്റിംഗ്, CBC കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, യൂറിൻ എക്സാമിനേഷൻ, ലിപ്പിഡ് പ്രൊഫൈൽ, കിഡ്നി ഫംഗ്ഷൻ, ലിവർ ഫംഗ്ഷൻ, തൈറോയിഡ്, ഇതെല്ലാം തിരിച്ചു നോക്കുമ്പോൾ അത് മൊത്തം 71 ടെസ്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. ആസ്റ്റർ ലാബ്സ് ഇപ്പൊ പ്രവർത്തനം ആരംഭിച്ചിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. എങ്ങനെയുണ്ട് നമ്മുടെ മാളയിലെ ജനങ്ങളുടെ? ജനങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കുന്നുണ്ട്. അതിൽ അവർക്ക് ഏറ്റവും ഫേവറായിട്ട് തോന്നിയത് 599 പാക്കേജ് ആണ്. അതുകൊണ്ട് ഒരുപാട് എൻക്വയറീസ് ഫോണിൽ കൂടെയും അല്ലാതെ നേരിട്ടും ആൾക്കാർ വരുന്നുണ്ട്. കൂടാതെ ഇതുവരെയും ഒരുപാട് പേര് ആ ടെസ്റ്റ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഉദ്ഘാടനം പ്രമാണിച്ച് ഒരു മാസത്തേക്ക് 43 ടെസ്റ്റുകളുടെ പാക്കേജ് വെറും 349 രൂപയ്ക്ക്. മാത്രമല്ല 71 ടെസ്റ്റുകളുടെ പാക്കേജ് വെറും 599 രൂപയ്ക്ക്. ഉന്നത നിലവാരമുള്ള സൗകര്യങ്ങളോടെ ഏറ്റവും കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങളും സമ്പൂർണ്ണ പരിശോധനാ സംവിധാനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ആസ്റ്റർ ലാബ്സ് കേരളത്തിലുടനീളം യാഥാർത്ഥ്യമാവുകയാണ്. ജനുവരി 2-ാം തീയതി മുതൽ ആസ്റ്റർ മെഡിസിറ്റിയുടെ ആസ്റ്റർ ലാബ് മാളയിൽ പ്രവർത്തനം ആരംഭിച്ച വിവരം മാളക്കാരെ എല്ലാ നല്ല ജനങ്ങളും അറിഞ്ഞിട്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും നല്ല രീതിയിലുള്ള സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അപ്പോൾ മാളയിലുള്ള നമ്മുടെ ആസ്റ്റർ ലാബ്സിന്റെ ലൊക്കേഷൻ വരുന്നത് ഗുരുധർമ്മ ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റായി മാരുതി ഷോറൂമിനോട് ചേർന്നാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക.